നല്ല ഫലിതം. ഉള്ളത് പറയാലോ, ഉച്ചൂടെ അങ്ങോട്ട് കഴിഞ്ഞ 4 കൂട്ടി മുറിക്ക എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യം. മോർണിംഗ് എത്തി, മോർണിംഗ് എത്തി. ഉച്ചയോടെ ആവുമ്പോ ആളിങ് എത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? വന്നപ്പോ മുതൽ തുടങ്ങിയതാ ഈ കരച്ചിലും പിടിച്ചിലും. മോനെ, നീണ്ട 10 വർഷങ്ങൾ കഴിഞ്ഞില്ലടാ നമ്മൾ തമ്മിൽ കണ്ടിച്ച്. മോനെ അമർത്തല്ലേ മോനോട് ഈ അച്ഛന് ഒരു വിരോധമില്ല. കണ്ടിച്ചില്ലടാ വേദനയുണ്ട് ശരിക്കും. അച്ഛൻ കളഞ്ഞതിൽ എന്നോട് പൊറുക്കണം. ആശ്വാസായി. അത് കണ്ടുമുട്ടിയല്ലോ. ഉള്ളത് പറയാലോ, ഭയങ്കര വികൃതിക്കാരനാ. ചെറുപ്പത്തില് ഞാൻ എന്തോ വഴക്ക് പറഞ്ഞതിന് ഇവൻ ചെയ്തെന്താന്ന് അറിയാമോ? തൊഴുത്ത് കിടക്കുന്ന ജേഴ്സി പശുവിനെ, അതും 24 ലിറ്റർ പാല് കിട്ടുന്ന ജേഴ്സി പശുവിനെ അഴിച്ചോട് സ്ഥലം വിട്ടുവൻ. പശു എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു അച്ഛാ. പക്ഷേ അച്ഛനതിൽ അഭിമാനമുണ്ട്. എന്റെ മോൻ പാഴായി പോയിട്ടില്ല, വലിയൊരു പാൽക്കാരനായില്ലേ. കാലത്ത് ഓഫീസിലേക്ക് പുറപ്പെട്ടപ്പോഴാണ് വിരുന്നുകാരെയൊക്കെ കണ്ടത്. എന്നാ പിന്നെ ലീവ് എടുക്കാമെന്ന് വെച്ചു. ഒരു കോ ബ്രദർ എന്ന നിലയിൽ അച്ഛനും കൊച്ചച്ഛനും വരുമ്പോൾ എന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണല്ലോ. ഉള്ളത് പറയാലോ, എന്റെ മോനേക്കാൾ എന്തുകൊണ്ടും മിടുക്കൻ മൂത്തവളെ കെട്ടി ഇവനാ. ഇവിടെ നോക്ക, എന്തൊരു വിനയം, എന്തൊരു സ്നേഹം, എന്തൊരു അച്ചടക്കം. എന്നാലോ വലിയൊരു ഓഫീസറാണ് എന്നുള്ള യാതൊരു ഭാവവും ഇല്ല. അല്ലെങ്കിലും ഞങ്ങൾ ഈ കുടിവെള്ളക്കാര് കുടിക്കാൻ അല്പം വെള്ളം വേണമായിരുന്നു. എന്ത് വെള്ളമാണ് വേണ്ടത്? ഐസ് വെള്ളം വേണോ, സംഭാരം വേണോ, കാപ്പി വേണോ, ചായ വേണോ, എന്താന്ന് വെച്ചാ പറ. എന്തായാലും കുഴപ്പമില്ല, കൊടുത്തു വിടാ. അച്ഛാ, 10 വർഷത്തിന് ശേഷം അച്ഛനും മകനും തമ്മിൽ കാണുന്നതല്ലേ, അവർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും. നമുക്ക് അപ്പുറത്തേക്ക് ഇരിക്കാം. ശരിയാ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞങ്ങൾ അപ്പുറത്തോട്ടിരിക്കാം. ഓം നമഃ ശിവായ. അച്ഛൻ വന്നാട്ടെ, വാ.